ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസും പിന്നെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരുവും വെച്ചിട്ട് ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ്ബോർഡ് പീസിലേക്ക് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തിരിക്കുന്നത് അത്യാവശ്യം മണ്ണുള്ള ഒരു കമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒരു വലിയ മണ്ണുള്ള കമ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒട്ടിച്ച ആ ഭാഗമില്ലേ, ആ ഭാഗം അടിയിൽ വരുന്നതായിട്ട് ഒട്ടിക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്കായിരിക്കും. അങ്ങനെ നമ്മൾ റോൾസുകളെല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഡ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് ഗോൾഡൻ കളറുകൾ അടിച്ചു കൊടുക്കാം. നിങ്ങൾ ഗോൾഡൻ കളർ അടിക്കുന്നതിന് മുമ്പായിട്ട് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ഉള്ളൂ നമ്മുടെ അക്ഷരങ്ങളൊക്കെ ഒന്ന് മങ്ങിയിരിക്കുള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഗോൾഡൻ കളർ തന്നെ അടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ വൈറ്റ് കളർ അടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ബ്രൗൺ കളറിലെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കണം. നമ്മുടെ ആ വുഡൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ റോൾസിലും ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ആ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് അടിക്കാത്തതുകൊണ്ട് ആണ് ഇതുപോലെ അക്ഷരങ്ങളെല്ലാം ഇതുപോലെ തെളിഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത്രയും അക്ഷരങ്ങളൊന്നും തെളിഞ്ഞ് കാണുന്നില്ല. ഇതിപ്പോൾ ക്യാമറയുടെ ലൈറ്റ് കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും അക്ഷരങ്ങൾ തെളിഞ്ഞ് കാണുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ 2 സ്റ്റെം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പറിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തിരി ഒട്ടാൻ താമസം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിയിൽ ചെയ്താലും നന്നായിട്ട് തന്നെ അത് ഒട്ടിയിരുന്നോളും. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റെമ്മ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇത്ര നേരം പ്രസ് ചെയ്ത് പിടിക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ ഉള്ളൂ നന്നായിട്ട് ഒട്ടുകയുള്ളൂ. ഇത് രണ്ടും ഒട്ടിച്ചതിന് ശേഷം ഒരു ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ അതിന് മുകളിലോട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നോളും. പിന്നെ ഒരുപാട് ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ റോൾസ് എല്ലാം ചതഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഭാരമുള്ള വസ്തുക്കൾ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാൽ മതി. ഇനി ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഫെവിക്കോളോ അല്ലെങ്കിൽ സാദാ പശയോ യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ അതിന് നടുഭാഗത്തേക്കായിട്ട് ഒരു പൂമ്പൊടി പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ടിഷ്യൂ പേപ്പറിൽ നമ്മൾ റോൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ മുകളിൽ കൊടുത്തിട്ട് ഗോൾഡൻ കളർ വെച്ച് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റെമ്മിൻ്റെ അറ്റത്തോട്ട് ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 പൂമ്പൊടികൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുകൾ ഓരോന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ നമ്മുടെ കുരുകളും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുരുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ 2 ഫ്ലവേഴ്സ് ചെയ്യുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. എൻ്റെ ഇപ്പം നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരു അവൈലബിൾ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ഫ്ലവേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്.
പിന്നെ നമ്മളിങ്ങനെ കുരു ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ ഏകദേശം ഒരേ വലിപ്പം വരുന്ന കുരുക്കൾ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരേ വലിപ്പം വരുന്ന ഒട്ടിച്ചു കൊടുത്താലേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് ഒരു ലുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് പോർഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ പോർഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്ലവേഴ്സുകൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഹാഫ് പോർഷൻ ആയിട്ട് ചെയ്താലും നമ്മുടെ ഫ്ലവേഴ്സിന് നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് സ്റ്റെമ്മ് വരുന്ന ആ ഭാഗത്തേക്കൂടെ ഓരോ പെറ്റൽസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നാലേ ഉള്ളൂ നമ്മുടെ ഫ്ലവേഴ്സിന് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മുകളിലും താഴെയും ഞാൻ നമ്മുടെ സ്റ്റെമ്മ് വരുന്ന ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലീഫുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഫ് വെക്കാം, അതല്ലെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടുമല്ല ചെയ്യുന്നത്, ഈന്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് തന്നെയാണ് ലീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്ക് റോസ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ ഈ കളർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം ഈ റോസ് കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗോൾഡൻ ഷെയ്ഡിൽ ഈ റോസ് കളർ വരുമ്പോഴത്തേക്കിന് നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ താഴത്തെ ഫ്ലവേഴ്സിനും നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സെയിം കളർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലീഫുകൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലീഫുകളുടെ കളർ തന്നെയാണ് ഞാൻ തണ്ടിനും കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുത്താൽ മതി. കാരണം നമ്മൾ രണ്ടും ഡിഫറെൻറ്റ് കളറിലിരിക്കുമ്പോൾ ഒരു ലുക്ക് കാണത്തില്ല. അപ്പം ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ തണ്ടുകൾക്കും ഇനി ഇതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡാർക്കായിട്ട് അടിക്കണ്ട, കാരണം ഓൾറെഡി നമ്മുടെ തണ്ട് ഇച്ചിരി ഡാർക്കാണ്. അപ്പോൾ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.